ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായ ഒരു നോൺ വെജ് വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നോൺ വെജ് വിഭവം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും ഇഷ്ടം ചിക്കൻ, ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ടും റെഡ് മീറ്റ് കുറച്ചുകൊണ്ട് വരികയാണ്, ബീഫ് പോലെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് ബീഫിൽ തന്നെയാണ് ചെയ്യുന്നത്, കുറച്ച് വ്യത്യാസമായിട്ട്. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടെങ്കിലും നമുക്ക് കൂടുതലൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം. ഇപ്പോൾ ബീഫും ഉണ്ട്. ഇതൊരു സ്റ്റൂ പോലെയാണ് തയ്യാറാക്കുന്നത്, പക്ഷെ സാധാരണ ഒരു സ്റ്റൂ അല്ല. പലതരം സ്റ്റൂ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊരു ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള സ്റ്റൂ ആണ്. മാത്രമല്ല ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം കൂടി ചേർക്കും. ഏത്തക്കയാണത്, പച്ച ഏത്തക്ക. കപ്പയൊക്കെ ചേർത്ത് നമ്മൾ ബീഫ് തയ്യാറാക്കും അല്ലേ, കപ്പ ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അതുപോലെ വേണമെങ്കിൽ പറയാം, ഏത്തക്ക ബീഫ് സ്റ്റൂ എന്ന് പറയാം, ഏത്തക്ക ടൊമാറ്റോ ബീഫ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പേരിടാം. എന്തായാലും വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായൊരു കറി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാട്ടിറച്ചി കഷ്ണങ്ങളാക്കിയത് 1/2 കിലോ, പച്ച ഏത്തയ്ക്ക തൊലി കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് 3 എണ്ണം, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം പിളർന്നത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, സവാള 2 വലുത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ടൊമാറ്റോ 1 വലുത് ചൂടുവെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, എണ്ണ 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്, കുറുകിയ തേങ്ങാപ്പാൽ 2 കപ്പ്. അങ്ങനെ നമ്മൾ മാട്ടിറച്ചി ടൊമാറ്റോ ഏത്തക്ക സ്റ്റൂ തയ്യാറാക്കാൻ പോവാണ്. ഒരു കുക്കറാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. കാര്യം മാട്ടിറച്ചി അല്ലാണ്ട് ഉപയോഗിക്കാം, പക്ഷെ എന്നാലും കൂടുതൽ എളുപ്പത്തിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുക്കറിൻ്റെ സഹായം വേണം. അപ്പോൾ മാട്ടിറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചത് 1/2 കിലോ ഇവിടെ റെഡിയാണ്. നല്ല പച്ച ഏത്തയ്ക്ക നല്ല സൈസ് ഉള്ളത് നോക്കി 3 എണ്ണം, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. പിന്നെ വേകാൻ ആവശ്യമുള്ള വെള്ളം ഇത്രയും വെള്ളം ആവശ്യമില്ല വേകാൻ, പക്ഷെ നമുക്ക് കുറച്ച് ചാറ് വേണം, കുറച്ച് സ്റ്റോക്ക്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കാം. പിന്നെ എരിവിന് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അടുപ്പ് കത്തിക്കാം. അടുപ്പിലേക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യം ബീഫ് മാട്ടിറച്ചി കഴുകി വൃത്തിയാക്കിയത് പീസസ്. അപ്പോൾ ഇത് 1/2 കിലോയേ ഉള്ളൂ. 1/2 കിലോ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ആ ബീഫിൻ്റെ സ്വാദുള്ളൊരു കറി തയ്യാറാക്കാൻ സാധിക്കും. ബാക്കി കാര്യങ്ങളും എല്ലാം ചേർന്ന് വരുമ്പോൾ ആ ബീഫിൻ്റെ സ്റ്റോക്കിലല്ലേ ഇതെല്ലാം കൂടി ചെയ്യുന്നത്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ നല്ല സ്റ്റോക്ക് കിട്ടുമല്ലോ, അതിൻ്റെ ചാറ് സൂപ്പ് പോലെ. അതും എല്ലാം കൂടി വരുമ്പോൾ വലിയ സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് പച്ച ഏത്തയ്ക്ക വലിയ വലിയ കഷ്ണങ്ങൾ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി എന്താ വേണ്ടേ, നമ്മൾ മഞ്ഞൾപ്പൊടിയില്ല, മുളക് പൊടിയില്ല, മറ്റ് മസാലകളൊന്നുമില്ല. ഉപ്പ്, കുരുമുളക് പൊടി, ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക്. ഇനി ഇതിലേക്ക് വെള്ളം 2 കപ്പ് വെള്ളം, ഞാൻ അളന്ന് വെച്ച വെള്ളമാണ് അത് കൂടി ചേർത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഒരു കറിയൊന്നൊന്ന് യോജിപ്പിക്കുക. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ ഒരു അല്പം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂണോ മറ്റോ, നമ്മൾ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ. എന്നിട്ട് കുക്കർ അടച്ചിട്ട് വേവിക്കുക. ഇതൊരു 3-4 വിസിൽ വേണ്ടി വരും. ആദ്യത്തെ വിസിൽ കേൾക്കുമ്പോൾ തീ ഒരല്പം കുറയ്ക്കുക. പിന്നെ ഇടത്തരം തീയിൽ ഒരു 4-5 വിസിൽ വരുന്നവരെ 4 വിസിൽ വരെ വേവിക്കുക. ബീഫ് നന്നായിട്ട് വേണം, അതിനെക്കാട്ടിലും നന്നായിട്ട് ഏത്തയ്ക്ക അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഏത്തക്കയുടെ ഒരു ഫ്ലേവർ ആ സ്റ്റോക്കിൽ ഉണ്ടാവും. വെറുതെ ബീഫ് വേവിക്കുന്ന പോലെയല്ല, ഇങ്ങനെ വേവിക്കുമ്പോൾ അതിന് വേറൊരു സ്വാദാണ്.